നമ്മുടെ നട്ടെല്ലിൻ്റെ താഴെ ഭാഗത്തുള്ള L4, L5, S1 ഭാഗത്താണ്, അവിടെയുള്ള നെർവൽ കംപ്രഷനാണ് സയാറ്റിക്കയുടെ അടിസ്ഥാന കാരണമെങ്കിലും നമ്മുടെ സ്പൈനിൻ്റെ ഏതാണ്ട് നടുഭാഗമായിട്ടുള്ള തൊറാസിക് ഏരിയയിൽ, നമ്മുടെ പുറം ഭാഗത്തുള്ള സ്പൈനിനാണ് തൊറാസിക് ഏരിയ എന്ന് പറയുക, ആ തൊറാസിക് ഏരിയയിൽ ഒരു സ്കോളിയോട്ടിക് കണ്ടീഷൻ, അതായത് ആ തൊറാസിക് ഏരിയയിൽ സ്പൈൻ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വളഞ്ഞു നിൽക്കുക. നമ്മൾ സാധാരണഗതിയിൽ വലതുകാലിനാണ് സയാറ്റിക്ക പെയിൻ ഉണ്ടെങ്കിൽ ഇവിടെ തൊറാസിക്കിലെ സ്കോളിയോസിസ് ഇടതുവശത്തേക്കായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആ തൊറാസിക് ഏരിയയിൽ സ്കോളിയോസിസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സയാറ്റിക്ക പെയിനിന് പൂർണ്ണമായ ആശ്വാസം കിട്ടില്ല. അപ്പോൾ സയാറ്റിക്ക പെയിനിന് പൂർണ്ണമായ ആശ്വാസം വളരെ പെട്ടെന്ന് തന്നെ ഒരു രോഗിക്ക് നൽകാൻ കഴിയണമെങ്കിൽ നമുക്ക് ഈ തൊറാസിക് ഏരിയയിലെ സ്കോളിയോട്ടിക്ക് പരിഹരിക്കാൻ കഴിയണം. VCTയുടെ ചില ടിപ്സ് അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒറ്റ സിറ്റിങ്ങിൽ പോലും തന്നെ നമുക്ക് സിവിയർ ആയിട്ടുള്ള ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള സയാറ്റിക്ക പെയിനുകൾ മാറ്റിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്